ഹലോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വയറ് നിറച്ച് വയറിലൊരു ഗ്യാപ്പില്ലാത്ത രീതിക്കാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നത്. അപ്പോൾ കേരളത്തിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണിത്. ഏതാണ് സ്വർഗം കഫേ, നമ്മുടെ കുമ്പളത്തുള്ള സ്വർഗം കഫേ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇവിടുത്തെ ലൈം കുടിക്കുക എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. നല്ല ടേസ്റ്റ് അവിടുത്തെ ലൈം. അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് നമ്മൾ മെയിനായിട്ട്. അപ്പോൾ വന്നപ്പോഴത്തേക്കിനാണ് നമ്മൾ കള്ളപ്പം പിന്നെ പെപ്പർ ചിക്കനോ അങ്ങനെ എന്തോ ആയിരുന്നു, കറി എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അതും കൂടി ഓർഡർ ചെയ്യാമെന്നൊക്കെ ഓർത്തു. അപ്പോൾ അതും ഓർഡർ ചെയ്തു. ഒരു രക്ഷയില്ലാത്ത ഫുഡ് കേട്ടാ. സ്വർഗത്തു നിന്ന് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും എല്ലാം. അപ്പോൾ നമ്മൾ കള്ളപ്പം വാങ്ങി, പിന്നെ പെപ്പർ ചിക്കനാണെന്ന് തോന്നുന്നു, ഞാൻ എന്താണെന്ന് മറന്നുപോയി കറക്റ്റായിട്ട് പേര്. പിന്നെ ആ ലൈമും വാങ്ങി. ലൈമും ഒരു രക്ഷയില്ല, ചിക്കനാണെങ്കിലും ഒരു രക്ഷയില്ല, കള്ളപ്പമാണെങ്കിലും ഒരു രക്ഷയില്ല, പിന്നെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ ആണെങ്കിലും ഒരു രക്ഷയില്ല. മൊത്തത്തിൽ നല്ലൊരു കിടിലൻ റെസ്റ്റോറൻ്റാണ്, കിടിലൻ ആംബിയൻസാണ്. കുറച്ചും കൂടി ഇരുട്ടാവണം ഇവിടുത്തെ ആംബിയൻസ് സെറ്റ് ആവണമെങ്കിൽ. അവിടെ ഒരു പാട്ടൊക്കെ വെച്ച് സെറ്റായിരുന്നു ശരിക്കും. ഞാൻ അവിടെ നിന്ന് കുറേ സംസാരിച്ചിട്ടുണ്ട്, ബട്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത്. കാരണം പാട്ടൊക്കെ ഇത് യൂട്യൂബിലിടുമ്പോൾ കോപ്പിറൈറ്റ് അടിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അവിടുത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ പറയാമല്ലോ, നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ മിക്കവാറും പോയിട്ടുണ്ടാകും, പോയിട്ടില്ലെങ്കിൽ പോകണം. അതുപോലെ കൊച്ചിയിൽ നിന്ന് വരുന്നവർ ഇതിനു വേണ്ടി മാത്രം വന്നാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം അതുപോലത്തെ ഒരു ആംബിയൻസാണ്, അതുപോലെ ടേസ്റ്റാണ്, അതുപോലത്തെ ഫുഡാണ്, അതുപോലത്തെ ബിഹേവിയേഴ്സാണ്, എല്ലാമാണ്. പിന്നെ അവർക്ക് അവിടെ ഒരു കുൽഫി കൗണ്ടർ ഉണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ വെറൈറ്റീസ് ഓഫ് കുൽഫീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. എല്ലാം ഒരു രക്ഷയില്ല. മൊത്തത്തിൽ നല്ലൊരു ഈവനിങ് ആയിരുന്നു, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾ പോയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.